ഹലോ, ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? പഴനിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂരാണ് വണ്ടി വരിക. തൃശ്ശൂരാണ് പഴനിക്ക് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരെ ട്രെയിനിൽ തന്നെ പോകണം, ഒരു രക്ഷയില്ല അല്ലാണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്ത് നിൽക്കുക. മീൻസ് ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ദെൻ കുറേ നേരം വെയിറ്റ് ചെയ്ത ശേഷം കേട്ടോ ട്രെയിൻ വന്നത്. ട്രെയിനിലേക്ക് കയറിയിരുന്നപ്പോൾ സൈഡ് സീറ്റ് തന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും സൈഡ് സീറ്റിന് വേണ്ടി എപ്പോഴും അടികൂടും. ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഒരു കുട്ടി, പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡ്, അമ്മ, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടിയിട്ടാണ് പോയത്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഓൾറെഡി എൻ്റെ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ അമ്മ കാത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര തിരിച്ചു കേട്ടോ. വരുന്നപ്പോൾ ഇത് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആക്ച്വലി എനിക്കാണെങ്കിൽ ഈ ഭയങ്കര ബസ്സിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. തീരെ ഇഷ്ടമുള്ള ബസ്സിൽ വരാൻ. കാരണം തിരക്ക് കൂടിയുള്ള ബസ്സാണെങ്കിൽ പറയും വേണ്ട കേട്ടോ. ട്രെയിനാണെങ്കിൽ സേഫായിരിക്കും. കുറച്ചും കൂടി എനിക്കിഷ്ടമാണ് ട്രെയിനിൽ വരാനൊക്കെ കേട്ടോ. അങ്ങനെ മക്കളാണെങ്കിൽ ഫോണിൽ ഭയങ്കര കളി, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല, രണ്ടും കൂടി അടി കൂടുണ്ടോ. അത് കാരണം രണ്ടുപേരും കയ്യിൽ ഫോൺ കൊടുത്തോടെ ഇരിക്കിയതാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനാണെങ്കിൽ പതുക്കെ അനിയത്തീനെ എടുത്ത് തല്ലുകൂടിയിട്ട് സൈഡ് സീറ്റ് തന്നെ വാങ്ങിയെടുത്തു കേട്ടോ. അങ്ങനെ അനിയത്തീരെ എന്താ പറയുക, അപ്പം ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ വെച്ചിട്ട് നമ്മുടെ ദിയാകൃഷ്ണനെ ഫാമിലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഓൾറെഡി മൂപ്പര് വല്ല വിവാദത്തിലായതുകൊണ്ട് തന്നെ വെറുതെ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ തന്നെ കളയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞങ്ങളെത്തി, തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് കുറച്ച് എന്താ പറയുക, കുറച്ച് ദൂരം പോയിട്ട് ഞാൻ കുറേ ഉറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ വീഡിയോസൊക്കെ ആയിട്ടാണെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൃശ്ശൂർ ഞങ്ങൾ പൊള്ളാച്ചി എത്തിയപ്പോൾ അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. സൈഡ് സീറ്റാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പിന്നെ നമ്മൾ കാറ്റാടിപ്പാടങ്ങളൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് കുറേ റീലെടുക്കാനൊക്കെ നോക്കി, ബട്ട് പരാജയപ്പെട്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം യാത്രയൊക്കെ ചെയ്ത ശേഷം കേട്ടോ, ഓൾറെഡി തൃശ്ശൂരിൽ നിന്ന് അധികം ദൂരമില്ല, എന്താ പറയുക, പഴനിക്ക് അധികം ദൂരമില്ല കേട്ടോ. അത് കാരണമാണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് പോകുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അനിയത്തിയും അതുപോലെ തന്നെ എൻ്റെ മകളും അതുപോലെ തന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഒക്കെ നല്ല അങ്ങനെ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാറ്റാടിപ്പാടങ്ങളിൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. കുറേയൊക്കെ തിരിയാത്തതുണ്ട്. അപ്പോൾ തിരിയാത്തത് ഉണ്ടായിരുന്നു. ഒരു 6-7 എണ്ണത്തൊക്കെ തിരിയാത്തത് കണ്ടു കേട്ടോ. ഒരു സൈഡിൽ, 2 സൈഡിൽ ഞങ്ങൾ നോക്കിയില്ല. ഒരു സൈഡിൽ കുറേ തിരിയാത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ കാണാൻ നല്ല രസമല്ലേ, നല്ല ഭയങ്കര സംഭവമാണ് കേട്ടോ, എനർജി ഇങ്ങനെ വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ കുറച്ച് നിർത്തിയിട്ടൊക്കെയായിരുന്നു പോയത് കേട്ടോ. എനിക്കാണെങ്കിൽ ഓരോ സ്ഥലത്ത് നിർത്തുമ്പോഴും ഓരോ സാധനങ്ങൾ തിന്നണമെന്നൊക്കെ തോന്നും. അങ്ങനെ ഓരോ കുപ്പി വെള്ളവും ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങുന്നുണ്ടാവും. പിന്നെ എനിക്കാണെങ്കിൽ കോപ്പറേറ്റീവ് കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾക്ക് തന്നെ തീരെ മുഖം കാണിക്കാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ കൂടുതൽ പിടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഇത് വണ്ടി നിർത്തിയിടുകയും അങ്ങനെയൊക്കെ പോയിട്ട് നിർത്തിയിട്ടൊക്കെയാണ് പോയത്. അടിപൊളിയായിരുന്നു എന്തായാലും ട്രിപ്പൊക്കെ കേട്ടോ. അതിനിടയ്ക്ക് അമ്മായി വന്നിട്ട് ഫുള്ള് എന്താ പറയുക, വീഡിയോ പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടുത്തുള്ള കാറ്റാടിപ്പാടങ്ങളൊക്കെ ഇതാക്കി കിട്ടിയിട്ടുള്ളത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള എന്താ പറയുക, കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ കാറ്റാടി ഞാൻ ഊതുന്ന പോലെ ഊതി കാറ്റാടി പറപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ റീലെടുക്കാനൊക്കെ പറഞ്ഞിട്ട് അവൾ കാറ്റാടി വേറെയും ഞാൻ ഊതുന്നത് വേറെയൊക്കെ ആയിട്ട് എടുത്തിട്ടോ. അങ്ങനെയായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ഒരു റീൽ പോയിട്ടൊരു വീഡിയോ പോലും മര്യാദയ്ക്ക് അറിയില്ല. അവളെടുത്ത വീഡിയോ ആണ് ഇട്ടത്. ഞാനാണെങ്കിൽ കാറ്റാടിക്ക് വേണ്ടിയിട്ടത്തെ കാരണം അടുത്തുള്ള കാറ്റാടി നമുക്ക് ഊതി പറപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അടുത്തെത്തിയപ്പോൾ ഞാൻ ഊതി, പക്ഷെ കണ്ടായി രണ്ടും വേറെ വേറെ ആയിപ്പോയി. ഊതുന്നതും വേറെ, കാറ്റാടിയും വേറെ. തമിഴ്നാട് എത്തിയപ്പോൾ നമ്മുടെ അണ്ണൻ്റെ ഫ്ലക്സാണ് കേട്ടോ ഒരുവിധം ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബോർഡർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വിജയണ്ണൻ്റെ കുറേ ഫ്ലക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതുപോലെ തന്നെ ഓരോ യാത്ര മീൻസ് ഓരോ രീതിയിലുള്ള ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറേ ബ്ലോഗൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു വാഹനമാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയണവർ കമൻറ്റ് ചെയ്യുക. അത് ഇങ്ങനെ ഭാര്യയും ഭർത്താവും കുട്ടികളെല്ലാവരും കൂടിയിട്ട് ആ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളുടെ ഫാമിലിയിലത്തെ തന്നെ ഒരാളായതുകൊണ്ട് ആൾക്കിങ്ങനെ ഇടയ്ക്ക്
ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ എടുത്ത് പരിചയമാണ്. അപ്പോൾ ആൾ പെട്ടെന്ന് അങ്ങനെ അധികം റിസ്ക് ഇല്ലാത്ത റൂട്ടിൽ കൂടെയൊക്കെയാണ് പോയിരുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല ഏത് റൂട്ടാണെന്നും. പിന്നെ ഞങ്ങൾ പിന്നെ എന്താ പറയുക, പഴനിയൊക്കെ ഏതാണ്ടൊക്കെ എത്താറായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റോഡിലൊക്കെ കുറച്ച് ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ പഴനി ഇതാ കാണുന്നത് കേട്ടോ. പഴനി മല എത്തി അങ്ങനെ. പക്ഷേ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ദണ്ഡപാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതാണ് നോക്കിയത് കേട്ടോ. ബട്ട് അവിടെ സ്ഥലമില്ല, റൂമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭയങ്കര ചുറ്റലായിരുന്നു റൂം കിട്ടാൻ വേണ്ടി. പഴനിയിൽ റൂം കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ. കാരണം അവർ ഓരോ ഇവർ അവിടുത്തെ റൂമിൻ്റെ ലോഡ്ജിൻ്റെ ആൾക്കാർ തന്നെ വേറെ വേറെ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റി 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 ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നല്ല കമ്മീഷൻ കിട്ടുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പറ്റിക്കൽസ് ഉള്ളത് പഴനിയിലാണ്. നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നല്ല ഇതിൽ വേണം കേട്ടോ റൂം എടുക്കാനൊക്കെ. കാരണം നമുക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല അന്വേഷിച്ചിട്ടാണ് കേട്ടോ പോകേണ്ടത്. ഞങ്ങൾ കൂടുതലുള്ള ആൾക്ക് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല അറിയാം. അപ്പോൾ മൂപ്പരാണ് ഞങ്ങളെല്ലായിടത്തേക്കും കൊണ്ടുപോയത് കേട്ടോ. പിന്നെ ഹസ്ബൻഡിനാണെങ്കിലും പോയി പരിചയമുണ്ട്. അപ്പോൾ അവർ റൂമൊക്കെ നല്ല അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള എണ്ണം അന്വേഷിച്ച് കണ്ടെത്തി കേട്ടോ. പിന്നെ ഞാൻ 2 റൂമാണ്, 3 റൂം വേണമെന്ന് വിചാരിച്ചു. പക്ഷേ 2 റൂമേ കിട്ടുള്ളൂ, 2 റൂമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 റൂമാണ് കിട്ടിയത്. പിന്നെ അതിനിടയ്ക്ക് അവിടെ എന്താ പറയുക, ആ ഒരു ലോഡ്ജിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോണിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞു റൂമൊക്കെ കുറ്റിയിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അറിയില്ല എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടോ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി റൂമിലെത്തിയ പാടിനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 സ്ഥലത്ത് നോക്കിയിട്ട് എന്താ പറയുക, നല്ല റേറ്റ് ആട്ടോ, ഭാര റേറ്റ്. നമുക്ക് റീസണബിൾ, ഇത്ര ആൾക്കാരുള്ള കാരണം നമുക്ക് എന്തായാലും നല്ല റീസണബിൾ ആയിട്ടുള്ള ഫുഡ് നോക്കിയിട്ട് പോകാൻ വേണ്ടി വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചെറിയൊരു അധികം അത്രയും കണ്ട് നോണായിട്ടുള്ള ഒരു ഏരിയയിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടാട്ടോ. അങ്ങനെ ആൽവിൻ എന്നൊക്കെയാണ് പേര് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ മസാല ദോശയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചത്. മസാല ദോശയല്ല, പ്ലെയിൻ ദോശയും ഞാൻ കഴിച്ചു ഗീസ്. ആരോഗ്യം മസാല ദോശയൊക്കെ വാങ്ങേണ്ടതായിരുന്നു. ഞാൻ പ്ലെയിൻ ദോശയും അതുപോലെ തന്നെ നല്ല അടിപൊളി ചട്നിയും അടിപൊളി സാമ്പാറൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ വിളമ്പുന്നത് നല്ലൊരു കുറച്ച് 2 വയസ്സായ ആൾക്കാരാട്ടോ വിളമ്പുന്നത്. അപ്പോൾ അവരിങ്ങനെ മക്കളെ കളിപ്പിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ അയല കീറി എൻ്റെ മോളൊരു ലെവലാക്കിയിട്ടോ. അപ്പോൾ അവളെ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ചീത്ത പറഞ്ഞപ്പോഴാണ് മൂപ്പര് കഴിച്ചു തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഫുഡ്, കിട്ടില്ല ഫുഡ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ, ഞാനാണെങ്കിൽ ഒരു ദോശ വാങ്ങണോടത്ത് ഒരു 2 ദോശയും വാങ്ങിച്ചു. അത് കൂടാണ്ട് അനിയത്തിയിലും ദോശയും കൂടി വാങ്ങിച്ചു തിന്നു കേട്ടോ. അത്രയും വിശപ്പുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ കുപ്പിവള കുറേ ഉള്ളൊരു കട കണ്ടു കേട്ടോ. അപ്പോൾ കുപ്പിവള നമ്മുടെ നാട്ടിലത്തെ പോലെ അവിടെ റേറ്റ് കുറവ്. നാട്ടിലാണെങ്കിൽ 60-70 രൂപ ജോഡിക്ക് കൊടുക്കണം, ഇവിടെ 30 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2-3 കളറുകൾ കുപ്പിവളയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ പിറന്നാളായതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങുന്നത്. പക്ഷേ തമിഴ്നാട് കേക്കിനൊക്കെ 1800 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. ഞങ്ങൾ കയറി കടയിൽ, അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല, വെറുതെ എന്തിനാ, ഇതന്നെ അത്യാവശ്യം ചിലവുള്ള പരിപാടിയല്ലേ. അതിനിടെ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ നിനക്കൊന്നും വാങ്ങി തന്നില്ലെന്ന് പറയുന്നുണ്ട്, ഈ വള വാങ്ങി തന്നിട്ടുണ്ടോ. അപ്പോൾ ഒരു പ്രത്യേക കളർ കുപ്പിവളയായിരുന്നു. 2-3 കളർ നല്ല ഭംഗിയുള്ള കളേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് കുറേ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് 4 കളറൊക്കെ എടുത്തിട്ടുണ്ട് പോന്നു കേട്ടോ. കുറേ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ കുറച്ചും കൂടി റേറ്റുള്ള പോലെ തോന്നി. ഇപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു 15 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ അവിടെ കുപ്പിവള കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അന്വേഷിച്ചിറങ്ങാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ റൂമിൽ വന്നിട്ട് പിന്നെ അവിടെ കിടന്നു. അത്രയും ക്ഷീണമുണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്ക് മല കയറാൻ പോകണം, അത്രയും മാത്രമേ വിചാരിച്ചു.